ദിവസങ്ങളും മാസങ്ങളും ആരെയും കാക്കാതെ നീങ്ങിക്കൊണ്ടിരുന്നു. ധ്രുവൻ്റെയും ദേവുവിൻ്റെയും പ്രണയാംശം ദേവുവിൻ്റെ ആ വയറ്റിൽ വളരാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഒരു കുഞ്ഞിനെ പോലെയാണ് ദേവുവിനെ ധ്രുവൻ കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ദേവുവിനിപ്പോൾ ഛർദിയും കാലുവേദനയും അങ്ങനെയുള്ള എല്ലാതുമുണ്ട്. ധ്രുവൻ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. ആ കാര്യത്തിൽ ദേവു എപ്പോഴും ഹാപ്പിയാണ്. മീനുവിന് ഇത് 7ാം മാസമാണ്. നല്ല ബുദ്ധിമുട്ടുകളാണ് മീനുവിനുണ്ടായിരുന്നത്. നിഴൽ പോലെ കൂടെ സ്റ്റാലിനുള്ളത് കൊണ്ട് മീനു ഒന്ന് ഓക്കെ ആയിരിക്കുന്നു. ആദിയും വിന്ദയും ഇപ്പോഴും പ്രണയത്തിലാണ്. അവർ കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നതാണ് കാര്യം. ആകാശം വേദയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും കുഞ്ഞാവ വേണം എന്നാണ് ആഗ്രഹം. അമ്മയും അച്ഛനും വരാമെന്ന് പറഞ്ഞെങ്കിലും വേദയും വിന്ദയും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. മൗനിയും എബിയും തമ്മിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ബാക്കിയുള്ളവർക്കില്ല. അജുവും കുഞ്ഞിയും തമ്മിൽ കമ്പനിയായെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കുഞ്ഞി എപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ദേവും ധ്രുവനും മീനും സ്റ്റാലിനും ഇപ്പോൾ താഴത്തെ മുറികളിലാണ് കിടപ്പ്. പടി കയറണ്ട എന്ന് ഡോക്ടറാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും ചായ കുടിക്കാനായി ടേബിളിന് ചുറ്റും ഇരുന്നു. ആദിയും ആകാശും മാത്രം അവിടെ ഇല്ലായിരുന്നു. വിന്ദ വന്ന് എല്ലാവർക്കുമുള്ള ചായ കൊണ്ട് വെച്ചു കൊടുത്തു. കഴിക്കാനുള്ളതും വെച്ചു. എല്ലാവരും ചായ കുടിക്കാനായി തുടങ്ങുമ്പോഴാണ് ആദിയും ആകാശും അവിടേക്ക് വന്നത്. ആദിയുടെ ഒരു കവറുണ്ടായിരുന്നു. ചായ കുടിക്കാൻ തുടങ്ങിയോ? ആദി വന്ന് വിന്ദയുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, കറക്റ്റ് സമയമാണ്, ധ്രുവ് പറഞ്ഞു. ഇന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കൊന്ന് പോവേണ്ടി വന്നു, അതാ നേരം വൈകിയേ, ആകാശ് പറഞ്ഞു. അതെന്തിനാ തുണിക്കടയിലേക്ക് പോയത്? എന്തേലും വാങ്ങാനുണ്ടായിരുന്നോ? വേദ ചോദിച്ചു. അതൊരു സർപ്രൈസാണ്, സ്റ്റാലിൻ പറഞ്ഞു. എന്താ സർപ്രൈസ്? മൗനി ചോദിച്ചു. ആ, നിനക്കുള്ള സർപ്രൈസ് തന്നെയാണ് മൗനി, നീ ഞെട്ടും, ധ്രുവൻ പറഞ്ഞു. ഇങ്ങനെ സർപ്രൈസ് ഇടാതെ പറയേട്ടാ, മീനു ഒരു ചിരിയോടെ ചോദിച്ചു. മൗനിക്കുള്ള സർപ്രൈസാണെന്ന് കേട്ടതും എബി ഒന്ന് മൗനിയെ നോക്കി. അവളും അതറിയാനുള്ളൊരു ആകാംക്ഷയിലായിരുന്നു. നാളെ മൗനിയെ പെണ്ണു കാണാൻ ഒരു കൂട്ടർ വരുവാണ്. അപ്പോൾ നാളെ നിനക്കിടാൻ വേണ്ടിയാണ് ഈ ഡ്രസ്സ് ആദിയും ആകാശും വാങ്ങിയത്, ധ്രുവ് പറഞ്ഞു. മൗനി ഞെട്ടിപ്പോയി. അവൾ മാത്രമല്ല, എബിയും അതേ ഞെട്ടൽ പടർന്നു കത്തിയിരുന്നു. പെൺപിള്ളേർക്കും അജുവിനും സന്തോഷമായിരുന്നു. അവർ മൗനിയെ നോക്കി ചിരിച്ചു. ആ, ഇതൊരു നല്ല കാര്യമാണല്ലോ, ദേവു പറഞ്ഞു. പിന്നല്ലാതെ, മൗനിയുടെ കല്യാണം ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം, അജു പറഞ്ഞു. അതെ, പരിപാടി സെറ്റാക്കണം, മീനുവും പറഞ്ഞു. എല്ലാം സെറ്റാക്കാം. പെണ്ണുകാണൽ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മൗനിയുടെ അച്ഛനോട് പറയാം, ആദി പറഞ്ഞു. അങ്ങനെ മതി, വിന്ദ പറഞ്ഞു. പക്ഷേ എന്നെ അവർക്ക് ഇഷ്ടപ്പെടൂ? ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണോ? മൗനി ചോദിച്ചു. മോളെ, നിനക്കറിയില്ലേ നവീനെ? അവനാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്, ധ്രുവ് പറഞ്ഞു. നിന്നോട് അവൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നീ മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് അവൻ പറഞ്ഞു, ആദി പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ വിചാരിച്ചുത്രേ നമ്മളോടൊന്ന് പറയാമെന്ന്, ആകാശ് പറഞ്ഞു. അവൻ നല്ല പയ്യനാ, ഞങ്ങൾ അവനെക്കുറിച്ച് എല്ലാതും അന്വേഷിച്ചു. നല്ലവനാ, നല്ല കുടുംബവും, സ്റ്റാലിൻ പറഞ്ഞു. ഇതൊക്കെ എപ്പോൾ മൗനി? നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്, ദേവ് ചോദിച്ചു. അത് പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയി ദേവേച്ചി, അതാവും, മൗനി പറഞ്ഞു. എന്തായാലും സിൻസിയർ ആയിട്ടുള്ള ചെക്കനാണ്, അതല്ലേ ഇവരോട് ചോദിച്ചേ, മീനു പറഞ്ഞു. അതെന്നെ, നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാനൊന്നും വന്നില്ലല്ലോ മൗനി, വിന്ദ പറഞ്ഞു. ഏയ്, നല്ല ചെക്കനായതുകൊണ്ട് നേരിട്ട് വന്നിട്ടവൻ നിന്റെ ചേട്ടന്മാരോട് പറഞ്ഞു, വേദ പറഞ്ഞു. മൗനി മോളെ, നിനക്ക് എന്തേലും വിരോധമുണ്ടോ? നീയാണ് ഞങ്ങൾക്ക് വലുത്, ധ്രുവൻ പറഞ്ഞു. കാരണം നീ ഞങ്ങളുടെ അനിയത്തിയാണ്. അങ്ങനെയാണ് ഇതുവരെയും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, ആദി പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മോൾ തന്നെ തുറന്നു പറയണം, സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ അവർ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളുടെ കൊച്ചിന് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നങ്ങ് പറയും. ഇനിയിപ്പോൾ അവർ വന്നു പോയതിന് ശേഷമാണേലും ഞങ്ങൾ അങ്ങനെ പറയും. പക്ഷേ എല്ലാം ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞാൽ തകരുന്നത് ആ ചെക്കനായിരിക്കും, ആകാശ് പറഞ്ഞു. ഇല്ല, എനിക്ക് എതിർപ്പോ വിരോധമോ ഒന്നുമില്ല. എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ പോലും ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് വേണ്ടി എൻ്റെ ചേട്ടന്മാർ കണ്ടുപിടിച്ചയാൾ ഒരു മോശം ആളായിരിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എതിർപ്പും വിരോധവുമില്ല. ഇത് സെറ്റാക്കാം, മൗനി പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിരിഞ്ഞു. എന്നാൽ എബി അവിടെ നിന്നും എഴുന്നേറ്റു. മൗനി അവനെ മാത്രം നോക്കിയില്ല. മൗനിക, ബില്ല് സെറ്റ് ചെയ്യണം. ഭക്ഷണം കഴിച്ച ശേഷം ഹാളിൽ ഉണ്ടാവണം, എബി പറഞ്ഞു. നാളെ കഴിഞ്ഞ് റെഡിയാക്കിയാൽ പോരെ എബി? ഇന്നവൾ ഉറക്കം ഒഴിക്കണോ? വേദ ചോദിച്ചു. വേദയെടുത്തി, എനിക്ക് ഈ കാര്യങ്ങൾ ലാപ്പിൽ അതിൻ്റെ ശരിയായ സമയത്ത് ചേർക്കണം. ഇവൾ അസിസ്റ്റന്റ് മാനേജറാണ്, അപ്പോൾ അത് ശരിയാക്കി തരണം. ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമാണ്, എബി പറഞ്ഞു. ഞാൻ വരാം, എനിക്ക് കുഴപ്പമില്ല, മൗനി പറഞ്ഞു. എന്നാൽ അതുപോലെ ചെയ്യ്. എന്തിനാ വഴക്ക്?
ദേവു ഒരു ചിരിയോട് പറഞ്ഞു. വന്ന് വന്ന് ദേവേടത്തി തള്ളവൈബായോ എന്നാണ് എൻ്റെ സംശയം. അജു പറഞ്ഞു. അജു, നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവർ 3 കൂടെ നിന്നെ എടുത്തിട്ട് അലക്കും കേട്ടോ, മൗനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്, ദേവു പറഞ്ഞു. ഇവനെ എയറിലാക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ നീ ഞങ്ങൾക്ക് പറ്റിയ ഇരയല്ല, വിന്ദ പറഞ്ഞു. അതെ, ഒരു ഇരയെ എത്ര കാലമാണെന്ന് വെച്ചിട്ടാ വേട്ടയാടുന്നത്, മീനു പറഞ്ഞു. മതി മീനു, വേദ പറഞ്ഞു. മൗനിക, പറഞ്ഞ കാര്യം മറക്കണ്ട. എബി അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. എത്രയും പെട്ടെന്ന് എബിയെ കെട്ടിക്കണം, അജു പറഞ്ഞു. നീ ആദ്യം ആ കൊച്ചിനെ വളയ്ക്കാൻ നോക്ക്, എബി പോകുന്നതിനിടയിൽ പറഞ്ഞു. സാരല്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, ആകാശ് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. രാത്രിയിലെ ഭക്ഷണം കഴിച്ച് ദേവു റൂമിലേക്ക് വന്നിരുന്നു. ധ്രുവ് അവിടെ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ വീർത്ത വയറിൽ കൈവച്ചുകൊണ്ട് ധ്രുവന്റെ അടുത്ത് കട്ടിലിൽ ചെന്നിരുന്നു അവനെ നോക്കി. ധ്രുവ് ദേവുവിനെ മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തങ്ങി കിടത്തിക്കൊണ്ട് അവളുടെ തലയിൽ തലോടി. കുഞ്ഞാ, ധ്രുവ് മെല്ലെ വിളിച്ചു. ശിവേട്ടാ. ദേവു മെല്ലെ ധ്രുവനെ വിളിച്ചു. ശരിക്കും ഞാൻ ഭാഗ്യവാനാണ്, ധ്രുവ് പറഞ്ഞു. അതെന്താ ശിവേട്ടാ, ദേവു ചോദിച്ചു. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്നെ ഞാനാക്കിയത് നീയാണ്. അഞ്ജു, നീ എനിക്ക് ഒരു അത്ഭുതമാണടി, ധ്രുവൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും ഈ ജീവിതം പ്രതീക്ഷിച്ചതല്ല. ശിവേട്ടനെ എൻ്റെ ഭർത്താവായി കിട്ടുമെന്ന് കരുതിയില്ല. പക്ഷേ ഇഷ്ടമായിരുന്നു, ഒരുപാട്, ഒത്തിരി, ഒരിക്കലും വിട്ടുകൊടുക്കാനാകാത്ത, വിട്ടുകളയാൻ പറ്റാത്ത അത്രയ്ക്കും ഇഷ്ടം, ദേവു പറഞ്ഞു. ധ്രുവ് ദേവുവിൻ്റെ വയറിൽ മെല്ലെ തലോടി. അവളുടെ ആ കവിളിൽ അമർത്തി അമർത്തി ചുംബിച്ചു. ലവ് യു ശിവേട്ട, ദേവു പറഞ്ഞു. ലവ് യു ടു അഞ്ജു, ധ്രുവ് പറഞ്ഞു. കുറേ ലവ് യു, ദേവു പറഞ്ഞു. ഞാനും കുറേ ലവ് യു, ധ്രുവം പറഞ്ഞു. എൻ്റെയാ, ദേവു പറഞ്ഞു. നീ എൻ്റെ മാത്രമാണ്, ധ്രുവ് പറഞ്ഞു. എൻ്റെ പൊന്നല്ലേ, ദേവു ചോദിച്ചു. അതേലോ, ധ്രുവ് പറഞ്ഞു. എൻ്റെ കുഞ്ഞാവല്ലേ, ദേവു ചോദിച്ചു. അതെ, ഞാൻ എൻ്റെ അഞ്ജുവിൻ്റെ കുഞ്ഞാവയാണ് കേട്ടോ അഞ്ജു മോളെ, ധ്രുവ് പറഞ്ഞു. എൻ്റെ ജീവനാ, ദേവു പറഞ്ഞു. അതെ, ജീവനാ, ധ്രുവ് പറഞ്ഞു. എനിക്ക് കുറേ ഇഷ്ടാ ശിവേട്ട. എത്ര ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ കുറഞ്ഞു പോവോ എന്ന് തോന്നും, ദേവു പറഞ്ഞു. എനിക്കും അങ്ങനെ അഞ്ജു, സ്നേഹിച്ചിട്ടും കൊതി തീരുന്നില്ല കൊച്ചേ, ധ്രുവ് പറഞ്ഞു. കൊതി തീരാതെ സ്നേഹിച്ചാട്ടോ, ദേവു പറഞ്ഞു. ഇപ്പോഴോ, ധ്രുവ് ചോദിച്ചു. അതിനെന്താ, സ്നേഹിച്ചോ, ദേവു പറഞ്ഞു. ഞാൻ സ്നേഹിച്ചതിൻ്റെ അഞ്ജു ഈ കുഞ്ഞു വയറ്റിൽ കിടക്കുന്നത്. ഇനി അത് പുറത്ത് വന്നിട്ട് സ്നേഹിക്കാം, വെയിറ്റ് ചെയ്യേ, ധ്രുവ് കുസൃതി ചിരിയോടെ പറഞ്ഞു. അയ്യേ, വഷളത്തരം പറയല്ലേ, ദേവു ധ്രുവൻ്റെ കവളിൽ മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു. പറയുന്നില്ല, ഞാൻ പിന്നെ ചെയ്യാം, ധ്രുവ് ദേവുവിൻ്റെ കഴുത്തിൽ മുഖം വെച്ചുരച്ചുകൊണ്ട് പറഞ്ഞു. ശിവേട്ടാ, വേണ്ട, ദേവു പറഞ്ഞു. വേണ്ടെന്ന് പറയില്ലേ അഞ്ജു, വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേണമെന്ന് തോന്നും, ധ്രുവം പറഞ്ഞു. അത് കേട്ട് ദേവു ധ്രുവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു പോയിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലാനാണ് എബി മൗനിയോട് പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞതനുസരിച്ച് മൗനി ബില്ലെല്ലാം എഴുതി വെക്കുന്ന ഒരു രജിസ്റ്റർ എടുത്തുകൊണ്ട് ടെറസിലേക്ക് നടന്നു. അവിടേക്ക് അവൾ ചെല്ലുമ്പോൾ ടെറസിൽ ഇരിപ്പുണ്ട് എബി. അവനൊരു സിഗരറ്റ് വലിക്കുകയായിരുന്നു. എബിൻ സാർ, മൗനി വിളിച്ചു. ആ മൗനിക, ഇവിടെ വന്നിരിക്കെ, എബി പറഞ്ഞു. മൗനിക രജിസ്റ്റർ അവിടെ വെച്ച് എബിയിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് മൗനി ഇരുന്നു. എബി വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കുത്തിക്കിടത്തിക്കൊണ്ട് മൗനിയെ ഒന്ന് നോക്കി. മൗനിക പറയൂ, എബി പറഞ്ഞു. സാർ, ഞാൻ ആ ബില്ലെല്ലാം എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. ലാപ്പ് തന്നാൽ അതിലേക്കാക്കാം, മൗനി പറഞ്ഞു. അതൊക്കെ തരാം. ഇനിയിപ്പോൾ തൻ്റെ കല്യാണത്തിന് ശേഷം ജോലിക്കൊക്കെ വരുമോ, എബി ചോദിച്ചു. അറിയില്ല സാർ, മൗനി പറഞ്ഞു. നവീനെ ഇഷ്ടമാണോ, എബി ചോദിച്ചു. അല്ല, മൗനി മെല്ലെ പറഞ്ഞു. ദെൻ വൈ ഡിഡ് യു അഗ്രി ടു മാരി ഹിം, എബി ചോദിച്ചു. അത് ചേട്ടന്മാർ എനിക്ക് വേണ്ടി, മൗനി പറഞ്ഞു. മൗനിക, ഇത് നിൻ്റെ ജീവിതമല്ലേ, നീ എന്തിനാ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്, എബി ചോദിച്ചു. സാരില്ല സാർ, മൗനി പറഞ്ഞു. ഇതാ ലാപ്പ്. എബി അവൻ്റെ ലാപ്പ് ഓണാക്കി കൊടുത്തു. മൗനി അത് വാങ്ങി. എന്നാൽ അടുത്ത നിമിഷം കറണ്ട് പോയിരുന്നു. മൗനി ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കി. കറണ്ട് പോയതാ, എബി മെല്ലെ പറഞ്ഞു. മൗനി ലാപ്പ് ഓഫ് ചെയ്ത് അവിടെ വെച്ചുകൊണ്ട് മെല്ലെ അവൾ എബിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മൗനിയുടെ സാന്നിധ്യം എബിക്ക് മനസ്സിലായി. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മൗനി മെല്ലെ പറഞ്ഞു. എന്താ, എബി ചോദിച്ചു. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇരുട്ട് എനിക്ക് പേടിയാണ് സാർ, മൗനി പറഞ്ഞു. അത് കേട്ട് എബി പൊട്ടിച്ചിരിച്ചു. മാനത്ത് തെളിഞ്ഞു വന്ന നിലാവിൽ മൗനി എബിയുടെ ചിരി കണ്ടു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, മൗനി പറഞ്ഞു. കറണ്ട് വന്നിട്ട് താഴേക്ക് പോയിക്കോ, എബി പറഞ്ഞു. മൗനി മൂളി. കല്യാണം കഴിഞ്ഞു പോയാൽ നീ ഈ വീട്ടിലേക്ക് വരുമോ മൗനിക, നിന്റെ ചേട്ടന്മാരെ കാണാൻ, എബി ചോദിച്ചു. വരും, മൗനി പറഞ്ഞു. എബി ഒന്ന് മൂളി.
സാറേ എന്താ കല്യാണം കഴിക്കാത്തേ? എന്താ അതിനോട് താല്പര്യമില്ലാത്തേ? മൗനി ചോദിച്ചു. അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുന്നത് വരെ നമ്മുടെ മൈൻഡ് അങ്ങനെയാ, എബി പറഞ്ഞു. അപ്പോൾ സാറിന് ഇതുവരെ ആരോടും ഇഷ്ടം തോന്നിയില്ല? അതെന്താ അങ്ങനെ? മൗനി ചോദിച്ചു. തോന്നിയിട്ടുണ്ട്, തോന്നുന്നുണ്ട്. ഇപ്പോഴൊക്കെയോ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എബി പറഞ്ഞു. അതെന്താ, അവളോട് കാര്യം പറഞ്ഞൂടെ? മൗനി മെല്ലെ ചോദിച്ചു. പറയണമായിരുന്നു, പക്ഷേ അവൾക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിലോ? എബി ചോദിച്ചു. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. നമ്മളത് തുറന്നു പറയുക. അവരത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, മൗനി പറഞ്ഞു. ഐ ലവ് യു മൗനി. എബി മെല്ലെ പറഞ്ഞതും കറണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു. മൗനി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു പോയി. മൗനി, എബി മെല്ലെ വിളിച്ചു. മൗനി എബിയിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. ഇഷ്ടമാണ്, ഇഷ്ടമായിരുന്നു, ഇഷ്ടം തോന്നിയിരുന്നു, എപ്പോഴും ഇപ്പോഴും, എബി പറഞ്ഞു. സാർ, അത് പിന്നെ, മൗനി വിക്കി. താൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ പറഞ്ഞത്. തനിക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാം, എബി പറഞ്ഞു. സാർ, എനിക്കിഷ്ടമാണ്, മൗനി പറഞ്ഞു. ഇപ്രാവശ്യം ഞെട്ടിയത് എബിയാണ്. അവൻ മൗനിയെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. എബി മെല്ലെ മൗനിയുടെ അടുത്തേക്ക് വന്നു. അവളോട് ചേർന്നിരുന്നു. മൗനി എബിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ നാളെ ചേട്ടന്മാരോട് പറയാം, എബി പറഞ്ഞു. ഞാനും പറയാം, മൗനിയും പറഞ്ഞു. എബി മൗനിയെ അവനിലേക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് അടക്കി പിടിച്ചു. കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മീനു മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു. മീനു എഴുന്നേറ്റത് അറിഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനും ഒപ്പം എഴുന്നേറ്റ് മീനുവിനെ നോക്കി. എന്തു പറ്റി മീനൂട്ടി? സ്റ്റാലിൻ മെല്ലെ ചോദിച്ചു. ഒന്നുമില്ലേച്ചേ, എനിക്ക് പുറത്തൂടെ നടക്കണം, പിന്നെ പുട്ടും ബീഫും കഴിക്കണം എന്നൊക്കെ തോന്നുവാ. അത് സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ, മീനു പറഞ്ഞു. ഇപ്പോൾ സമയം എത്രയായി എന്ന് പറഞ്ഞ് സ്റ്റാലിൻ അവൻ്റെ ഫോൺ എടുത്ത് നോക്കി. സമയം രാത്രി 2:30 ആയിരുന്നു. അവൻ മീനുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വാ, ഞാൻ ഉണ്ടാക്കി തരാം, സ്റ്റാലിൻ പറഞ്ഞു. ഈ രാത്രിയോ? മീനു ചോദിച്ചു. നീ വന്നേ പൊന്നെ. സ്റ്റാലിൻ എഴുന്നേറ്റു. മീനു മെല്ലെ സ്റ്റാലിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. ശേഷം അവർ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ ഒരു ചെയർ ഇട്ടുകൊണ്ട് സ്റ്റാലിൻ മീനുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തേങ്ങ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ശേഷം തേങ്ങ പൊളിച്ചു കൊണ്ടുവന്ന് അവൻ അവിടെ വെച്ചു. ഇച്ചേ, എനിക്ക് തേങ്ങവെള്ളം വേണം, മീനു പറഞ്ഞു. തരാട്ടോ, സ്റ്റാലിൻ അത് പറഞ്ഞുകൊണ്ട് മീനുവിൻ്റെ ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവൻ അടുക്കളയിൽ നിന്നും പുട്ടുപൊടി എടുത്ത് കുഴച്ച് പുട്ടിനുള്ള പൊടി റെഡിയാക്കി. ശേഷം ബീഫ് സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചു. അതിനു വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞു മാറ്റി വെച്ചു. സ്റ്റാലിൻ ചെയ്യുന്നതെല്ലാം മീനു ഒരു പുഞ്ചിരിയോടെ അവിടെ നോക്കിയിരുന്നു. പുട്ടെല്ലാം ഉണ്ടാക്കി ബീഫ് കറി സെറ്റാക്കി സ്റ്റാലിൻ ഒരു പ്ലേറ്റിൽ പുട്ടാക്കി ഇത്തിരി ബീഫ് കറി ഒഴിച്ച് സ്റ്റാലിൻ മീനുവിന് വാരി കൊടുത്തു. എങ്ങനെയുണ്ട് മീനു? സ്റ്റാലിൻ ചോദിച്ചു. അടിപൊളി, മീനു സ്റ്റാലിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മീനു അതിൽ നിന്ന് കുറച്ചെടുത്ത് സ്റ്റാലിന് വാരി കൊടുത്തു. സ്റ്റാലിൻ അത് കഴിച്ചു. രണ്ടുപേരും കഴിച്ചതിന് ശേഷം സ്റ്റാലിൻ അവിടെയെല്ലാം ഒതുക്കി വൃത്തിയാക്കി ഇട്ടു. ഇച്ചേ, എനിക്കിനി ഉറങ്ങിയാൽ മതി, മീനു പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് നടക്കാൻ പോവണ്ടേ? സ്റ്റാലിൻ ഒരു ചിരിയോടെ ചോദിച്ചു. വേണ്ട, മീനു പറഞ്ഞു. എന്നാ വാ. സ്റ്റാലിൻ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തി വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് മീനു കട്ടിലിൽ ചെന്നിരുന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തിരുന്നു. അവളെ തലയിൽ തലോടി. താങ്ക് യു ഇച്ചേ, മീനു സ്റ്റാലിൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാടി പൊന്നെ? സ്റ്റാലിൻ ചോദിച്ചു. എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇച്ച അത് ഉണ്ടാക്കി തന്നല്ലോ, മീനു പറഞ്ഞു. തരാതെ പിന്നെ? നീ എൻ്റെ കുഞ്ഞാവയല്ലേ മീനു, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ എനിക്കിഷ്ടാ, സ്റ്റാലിൻ പറഞ്ഞു. നമ്മുടെ വാവയേക്കാളും എന്നെയല്ലേ ഇഷ്ടം, അതോ വാവയാണോ ഇഷ്ടം? മീനു ചോദിച്ചു. എനിക്കെൻ്റെ മീനുവാവയെയാണ് ഇഷ്ടം, സ്റ്റാലിൻ മീനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എബി എഴുന്നേറ്റ് വേഗം ഹാളിലേക്ക് നടന്നു. ഹാളിലെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു ധ്രുവനും ആദിയും സ്റ്റാലിനും ആകാശും പെൺപിള്ളേരും. മൗനി മാത്രം അവിടെ ഇല്ലായിരുന്നു. എബി പോയി അവരുടെ മുന്നിൽ നിന്നു. എബിയുടെ നെഞ്ച് വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മൗനി അവിടേക്ക് വന്നു. അവിടെ വന്ന് നിൽക്കുന്ന എബിയെ കണ്ട് അവരൊന്ന് ഞെട്ടി. എന്താ എബി നിൽക്കുന്നത്? ഇരിക്കി, ദേവു പറഞ്ഞു. എനിക്ക് നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്, എബി പറഞ്ഞു. എന്തിനാ എബി ഇങ്ങനെയൊരു തുടക്കം? നിനക്ക് കാര്യം പറഞ്ഞൂടെ? ധ്രുവ് പറഞ്ഞു. പക്ഷേ അത് കേട്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കുക എന്ന് എനിക്കറിയില്ല. വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്, എബി പറഞ്ഞു. നീ എന്തിനാ എബി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് എന്തും ഇവിടെ പറയാമല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. പറയാം, പക്ഷേ അതുപോലെയല്ല, ഈ കാര്യം കുറച്ച് പ്രശ്നമാണ്, എബി പറഞ്ഞു. എബി, നീ കാര്യം പറയുന്നുണ്ടോ അതോ ഇങ്ങനെ ഈ ബിൽഡപ്പ് കൊടുത്ത് നിൽക്കുവാണോ? ആകാശ് ചോദിച്ചു. പറയാം, എബി പറഞ്ഞു. പറയേ, ആദി പറഞ്ഞു. എല്ലാവരും എബി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവിടെ ഇരുന്നു. എബി ഒരു നിമിഷം നിന്നു.
തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന മൗനിയെ അവൻ കണ്ടത്. എബി ഒന്നും മിണ്ടാതെ മൗനിയുടെ അടുത്തു പോയി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. മൗനി നിന്നു വിറച്ചു. അവളുടെ മുഖം താഴുന്നതും എബി അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ഞാനും മൗനിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. എനിക്ക് മൗനിയെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടന്മാർ സമ്മതിക്കുവാണേൽ മൗനിയെ ഞാൻ കെട്ടി പൊന്നുപോലെ നോക്കാം, എബി പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു നിമിഷം കേട്ടത് തെറ്റിപ്പോയോ എന്ന ഭാവമായിരുന്നു എല്ലാവരിലും ഉള്ളത്. സമ്മതിക്കില്ല, സ്റ്റാലിൻ ഒച്ചയെടുത്ത്. മീനു ഞെട്ടി. ചേട്ടാ, എബി വിളിച്ചു. ഒന്നും പറയണ്ട എബി, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ധ്രുവ് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇവളെ ഇഷ്ടമാണ്, ഞാൻ നോക്കിക്കോളാം, എബി പറഞ്ഞു.